ചില സിനിമകൾ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കാണുമ്പോൾ കിട്ടുന്ന ചില എക്സ്പീരിയൻസ് ഉണ്ടാവും. ഇത് കൊള്ളാലോ എന്നുള്ള രീതിയിലൊക്കെ. ശരിക്കും അങ്ങനെയുള്ള ഒരു വിഭാഗത്തിൽ പെടുത്താവുന്ന പടമാണ് 2023 റിലീസായിട്ടുള്ള താങ്ക്സ് ഗിവിംഗ് എന്ന് പറയുന്ന മൂവി. പടം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ആൻഡ് സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ജോണർ, അതായത് ഒരു സ്ലാഷർ ത്രില്ലർ മൂവി എന്നുള്ള രീതിയിലാണ് അവർ ഈ പടം സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് നല്ല രീതിയിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. ആൻഡ് ഒരു ചെറിയൊരു ടൗണിൽ നടക്കുന്ന ഒരു സംഭവം, ഒരു താങ്ക്സ് ഗിവിങ്ങിന്റെ അന്ന് നടക്കുന്ന ഒരു ഇൻസിഡന്റ് പിന്നീട് എങ്ങനെ ഒരു സെറ്റ് ഓഫ് കില്ലിങ്സിലേക്ക് ലീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന് കാരണക്കാരനായിട്ടുള്ള ഒരു കില്ലറിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് സിനിമ മെയിൻ ആയിട്ട് ഓഫർ ചെയ്യുന്നത്. എൻ്റെ ഈ ഒരു പടത്തിന്റെ മൊത്തത്തിലുള്ള ഒരു മേക്കിംഗ് സ്റ്റൈൽ ആയാലും അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറിയിലേക്ക് കിടക്കുന്ന ആദ്യത്തെ ഒരു 15 മിനിറ്റ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും നമുക്ക് തോന്നും ഇതൊരു സ്പൂഫ് മൂവി ആയിട്ടാണോ അവർ എടുത്തിട്ടുള്ളത് എന്നുള്ളത്. പക്ഷെ പിന്നീട് ആ ഒരു ജോണറിന്റെ സ്വഭാവം അനുസരിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ആ ഒരു കഥയെ വർക്കൗട്ട് ചെയ്തെടുക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കുറെ ആ ഒരു സ്ലാഷർ മൂവി ആയതുകൊണ്ട് അങ്ങനെയുള്ള സീക്വൻസുകളൊക്കെ നല്ല പോലെ വർക്കൗട്ട് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ കിളി വർത്തന പോലത്തെ കുറെ സീക്വൻസുകൾ പലയിടത്തും പ്ലേസ് ചെയ്യുന്നതിൽ നല്ല രീതിയിൽ സക്സസ് ആയിട്ടുണ്ട് ഇതിന്റെ മൊത്തം ക്രിയേറ്റേഴ്സ്. അല്ലെ, ഈ പടത്തിന്റെ ഒരുപാട് സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ സിനിമയിൽ. ആ ഒരു സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സിനൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് സ്റ്റോറി ബിൽഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഇപ്പൊ എന്തുണ്ടാവും അല്ലെങ്കിൽ നെക്സ്റ്റ് മൊമെന്റിൽ എന്തുണ്ടാവും എന്നുള്ള ചെറിയ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഓഫർ ചെയ്യാനായിട്ട് ഇതിന്റെ സ്റ്റോറിക്ക് പറ്റിയിട്ടുണ്ട്. ആൻഡ് സ്ലാഷർ മൂവീസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. അതിന്റെ മേക്കിംഗ് സ്റ്റൈൽ ആയാലും അല്ലെങ്കിൽ ആ സിനിമയുടെ മൊത്തത്തിലുള്ള ആ ഒരു സ്റ്റോറി പറഞ്ഞു പോകുന്ന രീതി ആയാലും ഒക്കെ നല്ല പോലെ തന്നെ കണക്ട് ആവുന്ന രീതിയിലായിരുന്നു. പടം കാണാത്തവർ എന്തായാലും കണ്ടു നോക്കുക. പടം നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തവർ എന്തായാലും കാണുക.